ഷബീർ അമർ കൂടി ചേരുന്നു അൻവറിന്റെ വീട്ടിൽ നിന്ന്. ഷബീർ, ഇനിയിപ്പോൾ 6 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ തന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രഖ്യാപിച്ചേക്കുമോ PV അൻവർ? ആ നിലയ്ക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് PV അൻവർ കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല PV അൻവറിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാനുള്ള ആഗ്രഹമുണ്ട്. ആ നിലയ്ക്കാണ് അദ്ദേഹം TMC കേരള ഘടകത്തിന്റെ സജീവമായ ഒരു നേതാവായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ UDFന്റെ സഹകരണം അദ്ദേഹം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ആകാമായിരുന്നു. ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന നിലയ്ക്ക് നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനും താൻ തയ്യാറാണെങ്കിൽ ആ നിലയ്ക്ക് കൂടി താൻ പരിഗണിക്കും എന്ന് കൂടി അദ്ദേഹം കടത്തി പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് കോൺഗ്രസ് നേതൃത്വം PV അൻവറിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ചൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നത്. അതേസമയം തന്നെയാണ് PV അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ തയ്യാറാകുന്നില്ല. കാരണം PV അൻവറിനെ UDFന് ഈ മണ്ഡലത്തിൽ ഗുണം ചെയ്യും, PV അൻവറിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ തന്നെയാണ് UDFനും കോൺഗ്രസിനും ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അനുനയ ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. അത് കാര്യമായി തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ടെത്തി PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സ്ഥിരീകരണമില്ല, പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ പോലും നടക്കാൻ വരും മണിക്കൂറുകളിൽ എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് PV അൻവർ കടക്കാൻ സാധ്യതയില്ല. ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അറ്റ കൈക്ക് PV അൻവർ ഈ മണ്ഡലത്തിൽ മത്സരിക്കും. കോൺഗ്രസിനോടും UDFനോടുമുള്ള വിയോജിപ്പ്, അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് ആ നിലയ്ക്കൊരു പ്രചാരണം നടത്തി മത്സരിച്ചേക്കാനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹത്തിനെ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ, ചർച്ചകൾ, നീക്കങ്ങൾ കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചകളെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ അല്ലെങ്കിൽ PV അൻവർ പരസ്യ പ്രതികരണം നടത്തി എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്ന ഘട്ടത്തിൽ UDFന്റെ പ്രധാന ഘടകകക്ഷി നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴും പലരും ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ നിലയ്ക്ക് അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു ഘട്ടത്തിൽ തയ്യാറല്ല. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ചർച്ച നടത്തി അദ്ദേഹത്തെ കൂടെ നിർത്താൻ തന്നെയായിരിക്കും ശ്രമം. പക്ഷേ വലിയ ചോദ്യങ്ങൾ അപ്പുറത്ത് ബാക്കിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ PV അൻവർ നിഷേധിച്ച അല്ലെങ്കിൽ PV അൻവർ ജയസാധ്യതയില്ലെന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിന് അത്തരം പ്രസ്താവനകൾ പിൻവലിക്കേണ്ടി വരും, അതിൽ ചില തിരുത്തലുകൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും കടുത്ത തീരുമാനം, മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും കടുത്ത തീരുമാനം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുക, അതിനോട് നിസ്സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിലയ്ക്കായിരിക്കും PV അൻവർ അന്തിമമായ തീരുമാനം എടുക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിലപാടാകും തീരുമാനമാകും PV അൻവർ സ്വീകരിക്കുക എന്നത് തന്നെയാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. 6 മണിക്കാണ് PV അൻവർ മാധ്യമങ്ങളെ കാണുന്നത്. ഇനി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ അതോ ആര്യാടൻ ഷൌക്കത്തിന് നിരുപാധിക പിന്തുണ, UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുമോ അതോ ഈ മത്സര ചിത്രത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുമോ എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. നമുക്കധികം വൈകാതെ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും.